നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലൊക്കെ ചില സംഭവങ്ങൾ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. അതായത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നാണ് ഞാൻ ഇതിന് പ്രകാരം നിങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം. എന്ത് വേണമല്ലോ ആയിക്കോ. പക്ഷേ ചിലതൊക്കെ കയ്യിൽ നിന്ന് പോയ ചില സംഭവങ്ങളുണ്ടാവും, അബദ്ധം പറ്റുന്നതുണ്ടാവും, മണ്ടത്തരങ്ങളുണ്ടാവും. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ വൈഫ് എന്തൊക്കെയുണ്ടായിരുന്നു വിശേഷമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ വലിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് ചിലപ്പോൾ ഒന്ന് മിസ്സായി പോകും. അത്ര നിസ്സാരമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഒരു ആന മണ്ടത്തരമായിരിക്കും. ആ റിസൾട്ട് അങ്ങോട്ട് എഫക്റ്റ് ചെയ്യുമ്പോൾ വൈഫ് ചോദിക്കും, ഇന്നലെ ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചതല്ലേ എന്തായിരുന്നു വിശേഷങ്ങളെന്ന്, എന്നിട്ട് ഈ കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ. അല്ല, അത് സംഭവം അത്ര സീരിയസ് അല്ലായിരുന്നത് കൊണ്ട് ആഹോ വേറെ ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഇത്? അല്ല, ഓഫീസിൽ എല്ലാവർക്കും ഓഫീസിൽ എല്ലാവർക്കും അറിയാം, ഞാൻ അറിയണ്ട അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും നിയർ മിസ്സസിലും മെഡിക്കേഷൻ എററിലും ഡ്രഗ് റിയാക്ഷൻസിലും ഒക്കെ നമുക്ക് സംഭവിക്കും. അത് നിസ്സാര കാര്യമല്ലായിരുന്നോ? അത് പിന്നെ റിപ്പോർട്ടാക്കാമായിരുന്നു. അത് ഒരു ഹൈ ലെവൽ ഇഷ്യൂ ആയി മാറിയതിന് ശേഷം നമ്മളെന്തോ കുറ്റം ചെയ്തതുപോലെ ആകും, നമ്മൾ മനഃപൂർവ്വം മറച്ചു വെച്ചതുപോലെ ആകും. അതുകൊണ്ട് നമുക്ക് സേഫ് സോണിലാകാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അത് നിയർ മിസ്സാണോ, സിമ്പിളാണോ, വലിയ എറർ വന്നതാണോ എന്ന് നോക്കണ്ടെന്നേ. ഒരു സംഭവം നടന്നാൽ അപ്പം റിപ്പോർട്ട് ചെയ്തേക്ക്. വൈഫിനോട് ഡെയിലി വിളിച്ച് അപ്പം നടക്കുന്നതിനും പറയണമെന്നല്ല ഞാൻ പറഞ്ഞാൽ നല്ലത്. പിന്നീട് ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകാതിരിക്കാനായിട്ട് വലിയ ഉപകാരം ചെയ്യും എന്നതുപോലെ നമുക്ക് മെഡിക്കേഷൻ എറർ അത് ഏറ്റവും ചെറിയ എററാണെങ്കിലും ഏറ്റവും വലിയ എററാണെങ്കിലും അത് സംഭവിച്ച് നമ്മുടെ മുമ്പിൽ എത്തുന്ന സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും സേഫ്. കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ് MOM 8D. നിയർ മിസ്സസ് മെഡിക്കേഷൻ എറേഴ്സ് ആൻഡ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഷാൽ ബി റിപ്പോർട്ടഡ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. പിന്നെ അവർ വിളിച്ചു ചോദിച്ചിട്ട് പ്രശ്നമാക്കിയിട്ട് അയ്യോ ഞാൻ അത്തരത്തിലുള്ള ആളല്ല, ഞാനത് കറക്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റതാണ്, വന്നതാണ്, പോയതാണ് പറയാതെ അതെപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തുന്നോ BSL എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, മെഡിക്കേഷൻ എറർ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്പോട്ടിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ആ പ്രശ്നം അവിടെ മാറിയില്ലേ? MOM 8D 4ാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് നിയർ മിസ്സസ് മെഡിക്കേഷൻ എറേഴ്സ് ആൻഡ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. വളരെ കൃത്യമായിട്ട് ടൈം ഫ്രെയിമിൽ നമ്മളത് ചെയ്യാനായിട്ട് ശീലിക്കുക. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടെയാണ്.